എസ് ശ്രീജിത്തിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയതിൽ കടുത്ത വിമർശനം ഉയർത്തിയ ഹൈക്കോടതി. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്ന് കോടതി ചോദിച്ചു. സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. ADGP-യെ DGP-ആയി നിയമിക്കുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടേയെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. നിയമകാര്യ ലേഖകൻ CN പ്രകാശ് ചേരുന്നുണ്ട്. ശ്രീ CN പ്രകാശ്, കൃത്യമായ ചോദ്യം കോടതി ചോദിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വിജിലൻസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അത് കിട്ടാതെ ഈ ഒരു തിടുക്കം എന്ന് സർക്കാരിനോട് ചോദിക്കുമ്പോൾ സർക്കാരിന്റെ ഡിഫൻസ് പോയിന്റ് എന്താണ്? സർക്കാരിനോട് ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ADGP എസ് ശ്രീജിത്തിന്റെ DGP സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടാണ് രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആരോപണം നേരിടുന്ന ആൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമുണ്ടായിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ന് കോടതിയുടെ ഭാഗത്ത് ചോദ്യമുണ്ടായി. ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിടുക്കത്തിൽ എന്തുകൊണ്ട് തീരുമാനമെടുത്തു? സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും കോടതിയുടെ വാക്കാലുള്ള വിമർശനമുണ്ടായി. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചോദ്യങ്ങളും ഉന്നയിച്ചു. ADGP-യെ DGP-ആയി നിയമിക്കുമ്പോൾ വിജിലൻസിന്റെ ക്ലിയറൻസ് വേണം. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തിയുണ്ട് എന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. 2 പരാതികളിലാണല്ലോ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം ഉൾപ്പെടെ വരുന്നത്. പക്ഷേ ആ ക്ലിയറൻസ് ഇല്ലാതെ ഈ ഒരു സ്ഥാനക്കയറ്റത്തിന് എന്തിനാണ് ഈ തിടുക്കം എന്നുള്ളൊരു ഹൈക്കോടതിയുടെ ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും സർക്കാർ എന്ത് മറുപടി പറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം ഇത് ഇങ്ങനൊരു സ്ഥാനക്കയറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ഇത് ഇത്ര വേഗത്തിൽ അങ്ങനൊരു നീക്കം ഉണ്ടാവേണ്ട ആവശ്യം, ഒരു ക്ലിയറൻസ് പോലും ഇല്ലാതെ ഇങ്ങനൊരു ആവശ്യത്തിലേക്ക് വരുമ്പോൾ സർക്കാർ ഇങ്ങനെ പ്രതിരോധിക്കാനാണ് സാധ്യതയായിട്ട് കാണുന്നത്. സർക്കാരിന്റെ ഇത് സംബന്ധിച്ച നിലപാട് അടുത്ത തവണ കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സ്വാഭാവികമായും സീനിയർ ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ നിയമനം നടത്തിയത് എന്നായിരിക്കും സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഉണ്ടാകാൻ സാധ്യത. KM ഷാജഹാൻ നൽകിയ മറ്റൊരു ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ്, ശ്രീജിത്ത് അടക്കമുള്ളവർക്കെതിരെ ഒരു ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ADGP ശ്രീജിത്തിനെ സ്ഥാനക്കയറ്റം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ നടപടിക്രമത്തെ രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ച് ഇത് സംബന്ധിച്ച വിശദീകരണം സർക്കാരിനോട് ചോദിച്ചിട്ടുമുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെടുന്നത്. എന്ത് തിടുക്കമാണ് ശ്രീജിത്തിനെ DGP-ആയി നിയമിക്കാൻ ഉള്ളത് എന്നാണ് സർക്കാരിനോടുള്ള ഹൈക്കോടതിയുടെ വിമർശനം. നിയമകാര്യ ലേഖകൻ CN പ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.